ഇന്ന് നമുക്കൊരു ഡ്രിങ്ക് ആയാലോ? ഇത് ആരോഗ്യത്തിന് ഹാനികരമൊന്നുമല്ല കേട്ടോ. മാത്രമല്ല നല്ല ഔഷധ ഗുണമുള്ള, രോഗപ്രതിരോധ ശക്തിയുള്ള ഒരു ഇമ്മ്യൂൺ ബൂസ്റ്റർ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി പനിക്കൂർക്കയുടെ ഇല, പേരയില, പിന്നെ തുളസി ഇല, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ തന്നെ മതി. പിന്നെ ഇവിടെ ലെമൺ ഗ്രാസ് ഉണ്ട്, അതും എടുക്കാം. ഇഞ്ചപ്പുല്ല്. നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ പാനീയമുണ്ടല്ലോ, അത് രാവിലെ നമുക്ക് ചായക്ക് പകരമൊക്കെ കുടിക്കാൻ നല്ലതാണ്. പിന്നെ നമുക്ക് പനി, ജലദോഷമൊക്കെ ഉള്ളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് തിളപ്പിച്ച് ചൂടോടെ കുടിക്കാനും നല്ലതാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മളൊരു പാത്രത്തിൽ വെള്ളമെടുത്ത് അത് നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇലകൾ, തുളസി, അത് ചുമ, തൊണ്ടവേദന ഇതിനൊക്കെ വളരെ നല്ലതാണ്. പനിക്കൂർക്കയില, പനി, ചുമ, ജലദോഷത്തിന് നല്ലതാണ്. പിന്നെ പേരയില നമ്മുടെ കൊളസ്ട്രോൾ, ഷുഗർ കുറയ്ക്കാനൊക്കെ നല്ലതാണ്. പിന്നെ ഇഞ്ചിപ്പുല്ല്, ഇതൊരു ആൻറ്റിസെപ്റ്റിക്കാണ്. പിന്നെ ഇതിന് നല്ലൊരു വാസനയുമുണ്ട്. ഇതിങ്ങനെ നന്നായിട്ട് തിളച്ചതിന് ശേഷം 5 മിനിറ്റ് തീ കുറച്ച് ഇതൊന്ന് മൂടി വയ്ക്കുക. നമ്മളുടെ ആ പാനീയം റെഡി. ഇത് രാവിലെ തന്നെ കുടിക്കാൻ വളരെ നല്ലതാണ്. ഇനി നിങ്ങൾ വൈകിട്ടാണ് കുടിക്കുന്നതെങ്കിൽ കൂടെ വല്ല ചിപ്സോ മിക്സറോ എന്തെങ്കിലുമൊക്കെ കഴിച്ചോളൂ. പക്ഷേ ഇത് ചായക്ക് പകരം കുടിക്കാൻ പറ്റില്ല, ചായയുടെ ഒരു ലുക്കില്ല എന്നാണെങ്കിൽ അതിനും വഴിയുണ്ട്. അതിലേക്ക് കുറച്ച് ചായപ്പൊടി ഇടുക. അതിനുശേഷം മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം തേൻ ചേർക്കാം. നമ്മുടെ നല്ല ഔഷധ ഗുണമുള്ള ചായയും റെഡി. ഇന്നത്തെ ഈ 2 ഡ്രിങ്ക്സും ഞാൻ കുടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഏവർക്കുമായി പ്രായഭേദമന്യേ എല്ലാവർക്കും സമർപ്പിക്കുന്നു.